ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര വയനാട്ടിലെ അതിമനോഹരമായ അട്ടമലയിലേക്കാണ്. നല്ല പീസ്ഫുൾ വില്ലേജ് എക്സ്പീരിയൻസിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റ് സ്റ്റേയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മൊത്തം കാണാൻ മറക്കണ്ട. അതിമനോഹരമായ അട്ടമലയും ഗ്ലാസ് ബ്രിഡ്ജും വ്യൂ പോയിന്റും എല്ലാം ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ അട്ടമല ഗ്രാമം. ഏകദേശം 1000-ഓളം പേര് താമസിച്ചിരുന്ന ഈ ഗ്രാമം ഇന്ന് കുറച്ച് റിസോർട്ടുകളും അതുപോലെ കുറച്ച് ട്രൈബൽസും പ്ലാന്റേഷൻ വർക്കേഴ്സും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതുപോലെയുള്ള ഒരുപാട് പാടികൾ ഈ ഏരിയയിലുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് എണ്ണത്തിൽ കുറച്ച് പേരൊക്കെ താമസിക്കുന്നുണ്ട്. വയനാട്ടിലെ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി ഗ്രാമമാണ് അട്ടമല കേട്ടോ. ഒരുപാട് ടീ പ്ലാന്റേഷനുകളും അതുപോലെ നല്ല ഭംഗിയുള്ള മലഞ്ചെരുവുകളും എല്ലാം ഈ ഗ്രാമത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വരെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നൊരു ഏരിയ ആണ് ഇത്. അട്ടമലയിലേക്ക് ഇപ്പോൾ നമുക്ക് നമ്മളുടെ സ്വന്തം വാഹനങ്ങളിൽ പ്രവേശനമില്ല കേട്ടോ. ചൂരൽമല വന്ന് ബെയിലി ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഒന്നുകിൽ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ജീപ്പിൽ ഇങ്ങോട്ട് വരാം, അതല്ലെങ്കിൽ ഇവിടുത്തെ റിസോർട്ടുകളിൽ സ്റ്റേ എടുക്കുന്നവർക്ക് അവരുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരാം. വയനാടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും അട്ടമല കണ്ടിരിക്കണം. വയനാടൻ ഗ്രാമങ്ങളുടെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും. തണുത്ത കാറ്റും അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റും അടിപൊളിയാണ് കേട്ടോ. ഈ ഏരിയയിൽ നമുക്ക് 3 റിസോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ റണ്ണിങ്ങിലുള്ളത് കേട്ടോ. ഒന്ന് ചാറ്റൈവുഡ്, അതുപോലെ നമ്മൾ സ്നോ ഫ്ലേക്ക് അഡ്വഞ്ചർ, പീസ് ഹിൽ അട്ടമല. ഇപ്പം നമ്മൾ പോകുന്നത് പീസ് ഹില്ലിലേക്കാണ്. പോകുന്ന വഴികളൊക്കെ അതിമനോഹരമാണ് കേട്ടോ. നമുക്ക് കുറച്ച് നല്ല റോഡ് കിട്ടിയാൽ പിന്നെ പീസ് ഹിൽ എത്തുന്നവരെ ചെറിയൊരു ഓഫ് റോഡുണ്ട് എന്ന് വിചാരിച്ച് വലിയ ഓഫ് റോഡ് അല്ല കേട്ടോ. ഈ പ്ലാന്റേഷനകത്തൂടെ പോകാൻ തന്നെ നല്ല രസമാണ്. നമ്മളങ്ങനെ പീസ് ഹില്ലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രോപ്പർട്ടി ഒരു രക്ഷയില്ല. ഇവിടുത്തെ വൈബ് ഇവിടെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതുപോലെ പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ടെൻറ്റ് സ്റ്റേ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. റൂംസൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വയനാട് ഇതേപോലെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ വന്നൊന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ. ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ല. മലനിരകളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും കോടമഞ്ഞും അതുപോലെ ഇവിടുത്തെ ഈ പ്രകൃതിയുടെ ഈ ഭംഗിയും കൂടി ആസ്വദിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. അതുപോലത്തെ വൈബ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മളെ ജോലി തിരക്കുകളിൽ നിന്നും നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ല പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോപ്പർട്ടിയിൽ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യണം. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം വേറെ ലെവലായിരിക്കും കേട്ടോ. ഇവിടെ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് ടെൻറ്റ് സ്റ്റേ അടിക്കുന്നത്. പുറത്ത് വേണമെങ്കിൽ അതും ചെയ്തു തരും കേട്ടോ. വാഷ്റൂം ആണെങ്കിലും എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ ക്യാമ്പ് ഫയർ ഏരിയ, പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ സ്റ്റേ ചെയ്യാം. ഒരു ടെൻറ്റിൽ 3 പേര് വരെ നമുക്ക് മാക്സിമം സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ പ്രോപ്പർട്ടിക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് നാടൻ ഫ്രൂട്ടുകളുണ്ട്. അവക്കാഡോസ്, ഇതുപോലെയുള്ള ഈ കൊച്ചു കൊച്ചു ഫ്രൂട്ട്, പിന്നെ അതുപോലെ പേരയ്ക്ക,
നല്ല നാട്ടുമാങ്ങകൾ ഇതൊക്കെ ഉണ്ട്. സീസൺ ടൈമാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. എന്തായാലും അവിടെ പോയപ്പോൾ ഇതിൻ്റെ ഓണറും നമ്മളെ സുഹൃത്തുമായ ചേട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടാണ് വിട്ടത്. നല്ല വിളഞ്ഞു നിൽപ്പുള്ള അവക്കാഡോസ് ഉണ്ട്, അതൊക്കെ പറിച്ചിട്ടാണ് വന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ പോയത് അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. പോകുന്ന വഴികളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരുപാട് പഴയ ബിൽഡിങ്ങാണ്, ഇവിടുത്തെ തൊഴിലാളികൾ യൂസ് ചെയ്തിരുന്ന ബിൽഡിങ്ങാണെന്ന് പറയുന്നത്. ചൂരൽമലയിൽ നിന്ന് ജീപ്പിൽ ഏകദേശം 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്താൻ പറ്റും. വരുന്ന വഴിയൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. ടീ പ്ലാന്റേഷനുകളും അതുപോലെ ചുറ്റും പച്ചപ്പാർന്ന മലനിരകളും ഒരു രക്ഷയില്ല. ഈ അട്ടമലയിലേക്കുള്ള ഈ യാത്ര തന്നെ നിങ്ങൾക്ക് വീഴത്ത ഒരു അനുഭവം സമ്മാനിക്കും. അതുപോലെ മനോഹരമാണ് ഇവിടുത്തെ ഓരോ ഏരിയയും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കിട്ടുക. നമ്മൾ വയനാടിൻ്റെ ഏതൊരു ഏരിയയിൽ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കോ അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക. ഇതുപോലെയുള്ള പ്ലാന്റേഷനുകളിലൊന്നും ഇടരുത് കേട്ടോ. ഇവിടെ അതുപോലെ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഗ്രാമം. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയാണിത്. അതുപോലെ ഇവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ കേട്ടോ ഈ 2 ടൂറിസ്റ്റ് പ്ലേസും വരുന്നത്. വയനാട് പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ദൃശ്യ ഭംഗി ഈ ഏരിയയിൽ കിട്ടും കേട്ടോ. അടിപൊളി. അതുപോലെ നീലഗിരി ഹിൽസ് വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തമിഴ്നാട് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 ക്ലൈമറ്റ് കിട്ടും. ചിലപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ ഇതുപോലെ ഫുൾ വിസിബിളായി നിൽക്കുന്ന ടൈമാണെങ്കിൽ വയനാടൻ മലനിരകളുടെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ഫീ 300 രൂപയും പിന്നെ ജീപ്പിന് 600 രൂപയാണ് കേട്ടോ. അത് ഒരു 6 പേരേക്ക് ഒരു ജീപ്പിൽ വരാൻ കഴിയും. ഇതാണ് വയനാട്ടിലെ അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഒരു വശത്ത് ചെമ്പ്രമലയും വെള്ളരിമലയൊക്കെ ആണെങ്കിൽ നേരെ മറുവശത്തായിട്ട് വരുന്നത് റിപ്പൺ മലനിരകളാണ് കേട്ടോ. അതുപോലെ ഊട്ടി, നീലഗിരി ഹിൽസ്, കൊളകപ്പാറ ഇതെല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. വയനാടൻ മലനിരകളുടെ ഒരു ദൃശ്യ ഭംഗി അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിൽ നിന്ന് തന്നെ നേരെ പോയാൽ നമുക്ക് അട്ടമല വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും കേട്ടോ. ഇത് കാണേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. നമുക്ക് ജീപ്പിൻ്റെ എൻട്രൻസ് ഗ്ലാസ് ബ്രിഡ്ജ് വരെ ഉണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് നടക്കാനുള്ളൂ ഈ വ്യൂ പോയിന്റിലേക്ക്. എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റാണ്.
നമുക്ക് പ്ലാന്റേഷനിലേക്ക് ഇറങ്ങി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജും വ്യൂ പോയിന്റൊക്കെ വീഡിയോ എടുത്ത് നേരെ തിരിച്ചിറങ്ങി കേട്ടോ. വരുന്ന വഴിക്ക് ചൂരൽമലയുടെ കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ടേ. ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം ഈ പുഴയിൽ വെള്ളം കുറവാണ്. മണ്ണൊക്കെ വന്നടിഞ്ഞ് കുറച്ച് അതിൻ്റെ ആഴം കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചൂരൽമല പൊട്ടിയതിന് ശേഷം പുതിയ റോഡ് വന്നു കേട്ടോ അട്ടമലയ്ക്ക്. ആദ്യം അത് അതിലായിരുന്നു കേട്ടോ, നമ്മൾ ആ മരത്തിന് താഴെ കൂടെ. ഇത് നമ്മളെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. വ്യൂ പോയിന്റ് ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ചൂരൽമല ടൗണിൻ്റെ അടുത്ത് തന്നെയായിട്ട് വ്യൂ പോയിന്റ് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ജീപ്പിൽ പോകണം കേട്ടോ. നമ്മൾ ആ കാറ് നിൽക്കുന്ന അവിടെയാണ് ജീപ്പ് പാർക്ക് ചെയ്തിരുന്നത്. വെള്ളരിമല സ്കൂളും പരിസര പ്രദേശങ്ങളുമാണ്. അതുപോലെ വ്യൂ പോയിന്റ് ടിക്കറ്റിന് നമുക്ക് ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ ചൂരൽമല ടൗൺ. ഒരു കാലത്ത് വൈകുന്നേരങ്ങളിലൊക്കെ അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നു. ഇപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അട്ടമലയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള ഹിഡൻ സ്റ്റേക്കേഷനുകളും ഹിഡൻ പ്ലേസുകളൊക്കെ അറിയാനും ബുക്ക് ചെയ്യാനും ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.